യെസ്, ഇന്നത്തെ പ്രധാന വിശേഷം എന്ന് പറയുന്നത് അർജന്റീന ടീമിന്റെ പ്രഖ്യാപനം തന്നെയാണ്. ലയണൽ മെസ്സിയും സംഘവും ഇക്കുറി കിരീടം നിലനിർത്താൻ വേണ്ടി എത്തുകയാണ്. 4ാം കിരീടം ലക്ഷ്യമിട്ടാണ് അർജന്റീന എത്തുന്നത്. അപ്പോൾ ലോകകപ്പ് ഫുട്ബോളിലുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6ാം ലോകകപ്പിനെത്തുന്ന ക്യാപ്റ്റൻ ലയണൽ മെസ്സിക്കൊപ്പം കഴിഞ്ഞ ലോകകപ്പിൽ പന്ത് തട്ടിയ താരങ്ങൾ തന്നെയാണ് ഏറെയും. എമിലിയാനോ മാർട്ടിനസ് വല കാക്കുമ്പോൾ പരിക്കിന്റെ ആശങ്കകൾ മാറി ക്രിസ്ത്യൻ റൊമേറോയും 26-അംഗ ടീമിൽ ഇടം നേടി. ഖത്തർ ലോകകപ്പിൽ കളിച്ച 17 താരങ്ങളെയും അർജന്റീന നിലനിർത്തിയിട്ടുണ്ട്. പ്രതിരോധ നിരയിൽ മാർക്കസ് അക്യൂനയ്ക്ക് ഇടം കിട്ടിയില്ല. അനുഭവ സമ്പത്തും പുതുനിരയും ഒത്തുചേരുന്നതാണ് തുടർച്ചയായ 2ാം ലോക കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന അർജന്റീനയുടേത്. നമുക്ക് അർജന്റീന ടീമിന്റെ ഈ ഒരു 26-അംഗ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നൂറ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നൂറ, വളരെ സന്തുലിതമായൊരു ടീമാണ്. 17 അംഗങ്ങൾ കഴിഞ്ഞ ലോകകപ്പിൽ കളിച്ച അതേ താരങ്ങളാണ്. അപ്പോൾ ആ ടീമിനൊരു ഒത്തിണക്കം എത്രത്തോളം ഉണ്ടാവുമെന്നുള്ളത് നമുക്കറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ചില താരങ്ങൾ, പൗളോ ഡിബാലെ പോലുള്ള ചില താരങ്ങൾ, അതോടൊപ്പം തന്നെ ബോൺമൗത്തിനായി മികച്ച പ്രകടനം പുറത്തെടുത്ത ഡിഫൻഡർ, അങ്ങനെ 1-2 പേരെ പുറത്തിരുത്തിയാണ് സ്കലോണി ഈ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒറ്റമിൻഡിയെ പോലെ വെറ്ററൻ താരം, അതോടൊപ്പം തന്നെ പരിക്കിന്റെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്ന റൊമേറോ ഒക്കെ ടീമിൽ ഇടം പിടിക്കുമ്പോൾ ചില താരങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. എങ്ങനെ കാണാം ഈ ഒരു സ്ക്വാഡിനെ? അർജന്റീനയ്ക്ക് ഈ സ്ക്വാഡ് വെച്ച് കിരീടം നിലനിർത്താൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ലിയണൽ സ്കലോണി വളരെ വൈകിട്ടാണ് അവരുടെ ആ ഒരു സ്ക്വാഡ് പുറത്തുവിട്ടത്. 26 മാൻ ആ ഒരു സ്ക്വാഡ് ലിയണൽ സ്കലോണി ബാക്കിയുള്ള ടീമുകളെ അപേക്ഷിച്ചിട്ട് വളരെ അവസാനത്തേക്കാണ് പുറത്തുവിട്ടത്. എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ സ്ക്വാഡിനെ പരിചയപ്പെടാം. ഗോൾ കീപ്പേഴ്സ് ആയിട്ട് മാർട്ടിനസ്, എമിലിയാനോ മാർട്ടിനസ്. ആരും ആ ഒരു കോലോ മുവാനിൻ്റെ ആ ഒരു ഷോട്ട് ഒരിക്കലും മറക്കില്ല. അർജന്റീന ആ ഫൈനൽ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ അത്രയും വലിയൊരു സേവ് തന്നെയാണ് അർജന്റീനയ്ക്ക് വേണ്ടി മാർട്ടിനസ് നടത്തിയത്. ഒപ്പം തന്നെ പല പെനാൽറ്റി ഷൂട്ടൗട്ടിലും അർജന്റീനയുടെ കീ ഗോൾ കീപ്പറായി ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു എമിലിയാനോ മാർട്ടിനസ്. ആൻഡ് യെസ്, കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ തന്നെ റൂളി അവരുടെ കൂടെയുണ്ട്. ആൻഡ് ഇപ്രാവശ്യത്തെ ഒരു പുതിയ എഡിഷൻ എന്ന് പറയുന്നത് ഹുവാൻ മൂസോ, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗോൾ കീപ്പർ. 8 ലാലിഗ അപ്പിയറൻസ് മാത്രമേ ആൾക്ക് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൽ തന്നെ 3 ക്ലീൻ ഷീറ്റ് നേടിയ ഒരു ഗോൾ കീപ്പറാണ് ഹുവാൻ മൂസോ. ഇനി ഇവരുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലുള്ളത് ടെഗ്ലിഫിക്കോ, അതേപോലെ തന്നെ മെഡീന. ഇവിടെയാണ് നമ്മൾ അക്യൂനയുടെ മിസ് നമ്മൾ കാണുന്നത്. ഈ ഒരു പൊസിഷനിൽ എത്രത്തോളം അവർക്ക് അക്യൂന മെയിൻറ്റെയിൻ ചെയ്ത പോലെ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ആൻഡ് മറ്റ് പൊസിഷൻസ് വരുന്ന അവരുടെ ഡിഫെൻഡിങ്ങിൽ വരുന്നത് ക്രിസ്ത്യൻ റൊമേറോ. പരിക്ക് മൂലം 26 ആ ഒരു സ്ക്വാഡിൽ ആൾ ഉണ്ടാവും എന്നുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പരിക്കിന് ശേഷം ക്രിസ്ത്യൻ റൊമേറോ എത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ മാർട്ടിനസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരം മാർട്ടിനസ്. ഓൾസോ 38 വയസ്സുകാരനായ അർജന്റീനിയൻ പ്ലെയർ ഒറ്റമെൻഡിയും ഈ ഒരു 26 സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദ വെറ്ററൻ ഒറ്റമെൻഡി. ആൻഡ് വി ഓൾസോ ഹാവ് ബെലേർഡി, പുതിയ പ്ലെയറാണ്. അതായത് അർജന്റീനയിൽ പുതിയതായി സ്ഥാനം പിടിക്കുന്ന പ്ലെയറാണ് ബെലേർഡി. ഒപ്പം തന്നെ റൈറ്റ് ബാക്കായിട്ട് മൊലീന ഉണ്ട്, മൊണ്ടേൽ ഉണ്ട്. മൊണ്ടേൽ വിനോ ലൈക്ക് ലാസ്റ്റ് വേൾഡ് കപ്പിൽ ആളാണ് അവസാന പെനാൽറ്റി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അർജന്റീന വിജയിക്കാൻ കാരണമായ അവസാന പെനാൽറ്റി സ്കോർ ചെയ്തത്. ആൻഡ് ദെൻ ഈ ഒരു മിഡ്ഫീൽഡ് സോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, അതുപോലെ തന്നെ പെലേസി ഉണ്ട്, ദെൻ ലിയനാർഡോ പാരഡൈസ് ഉണ്ട്, അതുപോലെ തന്നെ ബാർക്കോ ഉണ്ട്. ബാർക്കോ ഈസ് ഓൾസോ പുതിയ താരമാണ് ബാർക്കോ. മെക്കലിസ്റ്റർ ഉണ്ട്, ഡി പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇനി അറ്റാക്കിംഗ് സോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൽമാഡ ഉണ്ട്. അൽമാഡ അത്ലറ്റിക്കോ മാഡ്രിഡിൽ അത്ര തന്നെ ആൾക്ക് ഈ ഒരു സീസണിൽ പ്ലേയിങ് 11 ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. നിക്കോ ഗോൺസാലസ് ഉണ്ട്, ദെൻ ജൂലിയൻ ആൽവാരസ് ഉണ്ട്. ജൂലിയൻ ആൽവാരസ് ഈ ഒരു സീസണിൽ ഏകദേശം ആൾ 20ഓളം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ സീസണിൽ നടത്തിയിട്ടുണ്ട്. ഈവൻ ദോ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഈ സീസണിൽ ലാലിഗ അങ്ങനത്തെ ചാമ്പ്യൻഷിപ്പ് ഒന്നും നേടിയിട്ടില്ലെങ്കിലും ആൽവാരസിൻ്റെ പെർഫോമൻസ് വളരെ ക്രൂഷ്യൽ തന്നെയായിരുന്നു. ദെൻ ലോട്ടാരോ മാർട്ടിനസ് ഉണ്ട്. ആളും 22 ഗോളുകൾ ഇന്റർ മിലാനിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ലോപ്പസ്, ഈ ഒരു പ്ലെയർ ഒരു ക്രിയേറ്റീവ് സ്ട്രൈക്കർ തന്നെ ആയിരിക്കും ലോപ്പസ് എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം 14 ഗോൾസും 10 അസിസ്റ്റും ഈ സീസണിൽ ലോപ്പസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടീമിനെ നയിക്കാൻ പോകുന്ന അർജന്റീനയുടെ കീ പ്ലെയർ തന്നെ ലിയണൽ ആൻഡ്രേസ് മെസ്സി സ്ക്വാഡിലുണ്ട്. മെസ്സി എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ആളുടെ ഒരു പരിക്ക് എന്തായാലും അർജന്റീനയെ അലട്ടുന്ന കാര്യമാണ്. അൾജീരിയക്കെതിരെയാണ് ഫസ്റ്റ് മാച്ച് നടക്കാൻ പോകുന്നത്. ആൻഡ് 21 ഗോൾ കോൺട്രിബ്യൂഷൻസ് വേൾഡ് കപ്പിൽ മാത്രം ലയണൽ ആൻഡ്രേസ് മെസ്സി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്വാഡിൽ പുതുതായി വന്ന പ്ലെയർ ആണ്, അതായത് വേൾഡ് കപ്പിൽ പുതുതായി വന്ന പേരാണ് സിമിയോണെ.
ആൻഡ് നിക്കോ പാസ് ഈ ഒരു സീസണിൽ 14ഓളം ഗോൾ സ്കോർ ചെയ്ത് 12ഓളം ഗോൾ ആൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ മിസ്സിംഗ് ആയിട്ട് കാണുന്ന 2 പ്ലെയർ, ലെഫ്റ്റ് വിങ്ങിൽ ബൂണ്ടിയ, ആസ്റ്റൺ വില്ലയുടെ ഈ ഒരു യൂറോപ്പ ലീഗ് റണ്ണിൽ ഏറ്റവും കൂടുതൽ ആ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തൊരു പ്ലെയർ ആയിരുന്നു ബൂണ്ടിയ. ആൾ ഈ ഒരു സ്ക്വാഡിലില്ല. അതുപോലെ തന്നെ ബോറൻ മോത്തി, അവരുടെ 127 വർഷത്തെ ക്ലബ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് അവർ യൂറോപ്പ ലീഗിക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയർ സെനേസെ എന്ന് പറയുന്ന സെൻറ്റർ ബാക്കും ഈ സ്ക്വാഡിൽ മിസ്സിംഗ് ആണ്. അതാണ് ഈ ഒരു മൊത്തത്തിൽ ഈ സ്ക്വാഡിൽ നേരിടുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത്. യെസ്, സന്തുലിതമായൊരു ടീമുമായി തന്നെയാണ് അർജന്റീന എത്തുന്നത്. നൂറ പറഞ്ഞത് വളരെ വ്യക്തമാണ്. പക്ഷേ ചില താരങ്ങളുടെ ഒരു അഭാവം അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ റൊമേറോയെ പോലെ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഒറ്റമെൻഡിയെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഡിഫൻഡേഴ്സ് ടീമിലുള്ളപ്പോൾ സ്കലോണിക്ക് അല്പം ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും മികച്ച ടീമാണ്. പിന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ മറ്റാരുമല്ല, ലയണൽ മെസ്സി ഉണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീന ഒരു തുടർച്ചയായ രണ്ടാം കിരീടം നേടുമോ എന്നൊരു ആവേശത്തിലാണ് ആരാധകർ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് PC സൈഫുദ്ദീൻ കൂടെ ചേരുന്നുണ്ട്. സൈഫുദ്ദീൻ ഇല്ലാതെ എന്താ അർജന്റീന എന്ന് ചോദിക്കുന്നവരോടാണ്. സൈഫുദ്ദീനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. സൈഫു, ഈ ഒരു സ്ക്വാഡ് നമ്മൾ കണ്ടു. 26 അംഗ ടീമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 17 പേര് കഴിഞ്ഞ മത്സരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലോകകപ്പിൽ ഉണ്ടായിരുന്ന അതേ താരങ്ങളാണ്. അപ്പോൾ ആ ഒരു സന്തുലിത, അല്ലെങ്കിൽ ആ ഒരു മധ്യനിരയിലൊക്കെ മെക്കാലിസ്റ്ററിനെ പോലെ, റോഡ്രിഗോ ഡീപോളിനെ പോലുള്ള താരങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോഴുള്ള ആ സന്തുലിത ഈ ലോകകപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ആ ടീമിനെ, കഴിഞ്ഞ ലോകകപ്പിലെ ടീമിൽ നിന്നും ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ ആ ടീമിൽ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നോക്കൂ ഹരി, ഈ ടീമിനെ കുറിച്ചുള്ള എൻ്റെ 3 ആശങ്കകളും 2 പ്രതീക്ഷകളും ഞാൻ പങ്കുവെക്കാം. ആദ്യത്തേത് 2022 ടീമുമായുള്ള താരതമ്യമാണ്. അത് ഒരു നിർണായക സന്ധിയിലായിരുന്നു ആ ടീം കളിക്കാൻ ഇറങ്ങിയത്. പ്രത്യേകിച്ചും ലയണൽ മെസ്സി അയാളുടെ അവസാനത്തെ ലോകകപ്പ് കളിക്കുന്നു. ഒരു ലോകകപ്പ് കിരീടമില്ലാതെ ഇതിഹാസമായ ലയണൽ മെസ്സി ഫുട്ബോളിന്റെ കരിയർ അവസാനിപ്പിക്കുന്നു എന്ന അങ്ങേറ്റം നിരാശാജനകമായ, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിലെ മൊത്തം താരങ്ങളെയും ആ രാജ്യത്തെയും ആകെ അലട്ടുന്ന ഒരു പ്രശ്നത്തിന്റെ മുന്നിലായിരുന്നു ആ രാജ്യവും ആ ടീമും ഉണ്ടായിരുന്നത്. അപ്പോൾ ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ കഴിഞ്ഞ ലോകകപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ലയണൽ മെസ്സിക്ക് എന്ത് വില കൊടുത്തും ആ ലോകകപ്പ് ആവശ്യമായിരുന്നു. അപ്പോൾ അയാൾ ഒരു നിർണായക സന്ധിയിൽ ഒരു മരണ പോരാട്ടത്തിനിറങ്ങുന്നു. അദ്ദേഹത്തിന് എന്തുവിധ പിന്തുണയും നൽകാൻ, എന്ന് വെച്ചാൽ ലയണൽ മെസ്സിയേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു 10 അംഗ സംഘം അദ്ദേഹത്തിന്റെ കൂടെ, എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വൈകാരികമായ ആവേശവും ആവശ്യവും ഒരു തരത്തിലുള്ള ഉത്തേജനം, ഒരു ഇന്റേണൽ ഉത്തേജനം എല്ലാ സമയവും ആ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് സൗദിയോട് തോറ്റിട്ടും തിരിച്ചു വരാൻ കഴിഞ്ഞത്. ഫൈനലിൽ 3 ഗോൾ വഴങ്ങിയിട്ടും പിന്നീടും സാധാരണഗതിയിൽ ടൈബ്രേക്കറിൽ ഈ വലിയ തരത്തിലുള്ള പ്രഷറിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ തോറ്റുപോകുന്ന ഒരു ഭൂതകാലം അർജന്റീനയ്ക്കുണ്ട്. അതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ ആ ടീമിന് പറ്റിയത് ഈ ഒരു തരത്തിലുള്ള വല്ലാത്ത ദാഹം ആ ടീമിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, 2026 വരുമ്പോൾ ഹരി അങ്ങനെ ഒരു ദാഹമില്ല, ഒരു റിലാക്സിങ് മൈൻഡോട് കൂടിയാണ്. വെച്ചാൽ അർജന്റീന കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ ഇത്രയും വലിയ റിലാക്സേഷൻ മൂഡിൽ താരങ്ങൾ കളിച്ചിട്ടില്ല. ഈ അണികൾ എന്ന്, അതായത് ആരാധകർ കളി കണ്ടിട്ടുമില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഇത്രയും റിലാക്സേഷൻ മൂഡോടുകൂടി ആ കളിക്കാർ കളിച്ചിട്ടില്ല, ഈ ആരാധകർ കളി കണ്ടിട്ടുമില്ല. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ മൂഡ് എനിക്ക് തോന്നുന്നു ഈ ടീമിന് ഏതെങ്കിലും അർത്ഥത്തിൽ വിനയാകുമോ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ലയണൽ മെസ്സിയെ കഴിഞ്ഞ 2022 ലോകകപ്പിൽ ഡിപ്പെൻഡ് ചെയ്തതുപോലെ സ്കലോണി ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഏറ്റവും ഒടുവിലായ റീസെന്റ് ഉണ്ടായ ഒരു ഇഞ്ചുറി അദ്ദേഹത്തിന്റെ ഫോമിന് മുകളിൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു 90 മിനിറ്റൊക്കെ കളിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മെസ്സി വരുമോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അതാണ് ഒന്നാമത്തെ ആശങ്ക. രണ്ടാമത്തേത് ഡിമരിയ എന്ന താരത്തിന്റെ അഭാവം. ഡിമരിയ ഒരു അറ്റാക്കറാണ്, അയാളൊരു ഫിനിഷറാണ്, അയാളൊരു ഗംഭീര മിഡ്ഫീൽഡറാണ്, അയാളൊരു അസാമാന്യ മൈവഴക്കമുള്ള ഒരു വിങ്ങറാണ്. ഇതൊക്കെയുള്ള ലയണൽ മെസ്സിയുടെ കാലത്ത് മാത്രം ജനിച്ചതുകൊണ്ട് ഇതിഹാസമാകാതെ പോയ ഒരാളാണ് ഡിമരിയ. അപ്പോൾ ഡിമരിയ ലയണൽ മെസ്സിയുടെ മനസ്സറിയുന്ന, ലയണൽ മെസ്സിയുടെ ലയണൽ മെസ്സി പോലും ആലോചിക്കാതെ അദ്ദേഹത്തിന്റെ പദ്ധതികൾ അറിഞ്ഞ പദ്ധതികളിൽ ഭാഗവാക്കാകാൻ കെൽപ്പുള്ള ഒരു താരമായിരുന്നു ഡിമരിയ. അപ്പോൾ ഡിമരിയയുടെ റീപ്ലേസ്മെന്റ് വേണ്ട രീതിയിൽ ആ ടീമിൽ ഇല്ല. അതിനി ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. അതിപ്പോൾ ഈ നിക്കോ പാസിനെ കൊണ്ടോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും താരങ്ങളെ കൊണ്ടോ അത് റീപ്ലേസ് ചെയ്യാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. അത് രണ്ടാമത്തെ ആശങ്ക. അതെങ്ങനെ സ്കലോണി പരിഹരിക്കും എന്നത് കണ്ടറിയണം. മറ്റൊന്ന് ഡിഫൻസ് ആണ്.
ഡിഫൻസിന്റെ കാര്യത്തിൽ ഒട്ടാമൻഡി ഇപ്പോൾ ഭൂതകാലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും അർജന്റീനയുടെ ഏറ്റവും വലിയ ശാപം ഏത് സമയവും പൊട്ടിപ്പൊളിയാൻ സാധ്യതയുള്ള ഡിഫൻസ് ആയിരുന്നു. 2022 ലോകകപ്പ് നേടിയെങ്കിൽ കൂടിയും അതൊരു വളരെ സോളിഡായ ഡിഫൻസ് ആയിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ടാണ് സൗദിക്കെതിരെ തോറ്റത്. എന്തിനു പറയുന്നു, ഫൈനലിൽ 3 ഗോൾ വരെ വഴങ്ങിയത് ആ ഡിഫൻസ് സോൾഡ് അല്ലാത്തതുകൊണ്ട്. പക്ഷേ ഒട്ടമൻഡി എന്ന താരത്തിന്റെ ഒരു സാന്നിധ്യം അതൊരു വല്ലാത്ത ധൈര്യം ആ ടീമിന് നൽകിയത്. അയാളുടെ ഒരു തലപ്പൊക്കം, അയാളുടെ ലീഡറായിരുന്നു. ഇപ്പോൾ മുന്നിൽ നായകൻ ലയണൽ മെസ്സി ഉണ്ടെങ്കിൽ കൂടിയും പിന്നിൽ നായകൻ ഒട്ടാമൻഡി ആയിരുന്നു. ഒട്ടാമൻഡിക്ക് പ്രായമായി, അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്, ഫോം ഔട്ട് സംഗതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യില്ല ഈ ഈ ലോകകപ്പിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ അവിടെ റൊമേറോയുണ്ട്, ശരിയാണ്. റൊമേറോയും ലിച്ചയും ഒരു പക്ഷേ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ, പക്ഷേ ഈ 2 പേർക്കും ഏത് സമയവും പരിക്ക് പറ്റിയാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ താരങ്ങൾ ആ ടീമിലില്ല. അതുകൊണ്ട് ഡിഫൻസിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ നിരാശയുണ്ട്. അപ്പോൾ ഇതാണ് 3 ആശങ്കകൾ. ഇനി ഇതിനെല്ലാം മറികടക്കാൻ കെൽപ്പുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ലയണൽ സ്കലോണി എന്ന കോച്ചാണ്. ലയണൽ സ്കലോണി ശൂന്യതയിൽ നിന്ന് ഒരു ടീമിനെ വാർത്തെടുത്ത് അവർക്ക് കോപ്പയും ലോകകപ്പും സമ്മാനിച്ച ഒരു പക്ഷേ ലോക ഫുട്ബോളിലെ തന്നെ ഒരു വിസ്മയമായ പരിശീലകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പ്ലാനിങ്ങുകൾ ഉണ്ടാവും എന്നതാണ് ആരാധകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. ആ പ്ലാനിങ് വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നീട് രണ്ടാമത്തെ ലോകകപ്പാണ് പല താരങ്ങൾക്കും. ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സിയോടൊപ്പം ആ കിരീടം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഹൂലിയൻ അൽവാരസ് ആവട്ടെ, ഇനിയിപ്പോൾ മിഡിലേക്ക് വന്നാൽ മെക്കാലിസ്റ്റർ ആവട്ടെ, ഡിപ്പോൾ ആവട്ടെ, എൻസോ ഫെർണാണ്ടസ് ആവട്ടെ, ഇവർക്കൊക്കെ രണ്ടാമത്തെ ലോകകപ്പ് മാത്രമാണ്. അവരൊക്കെ കന്നി ലോകകപ്പിൽ തന്നെ വിസ്മയം ഉണ്ടാക്കി അത്ഭുതം രചിച്ചുകൊണ്ട് ലോകകപ്പ് നേടിയ ആളുകളാണ്. അൽവാരസും എൻസോ ഫെർണാണ്ടസും ഒന്നും കഴിഞ്ഞ തവണ ഒരു യോഗ്യതാ റൗണ്ടിലെ മത്സരം പോലും കളിച്ചിട്ടില്ല, നേരെ ലോകകപ്പിൽ ഇങ്ങോട്ട് വന്നിറങ്ങുകയായിരുന്നു. പക്ഷെ അവർ കുറെ കൂടി പക്വതയും പാകതയും കൈവരിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടക്കം വലിയ ക്ലബ് ടൂർണമെന്റുകൾ കളിച്ച് കുറെ കൂടി അനുഭവ സമ്പത്തോടുകൂടി വരുന്ന ലോകകപ്പാണ്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ആ മിഡ്ഫീൽഡും, ഞാൻ ഈ പറഞ്ഞ മിഡ്ഫീൽഡേയും സ്ട്രൈക്കർമാരുടെയും കാര്യത്തിൽ എനിക്ക് കുറെ കൂടി പ്രതീക്ഷയുണ്ട്. അപ്പോഴും പക്ഷേ ഈ റിലാക്സേഷൻ മൂഡ് ഒരു ചെറിയ ആശങ്കയുടെ ഒരു കരിഞ്ഞേലായി അവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. യെസ്, സൈഫു പറയുന്നത് ടീമിൽ സംതൃപ്തനാണ്, പക്ഷെ ചെറിയ ചില ആശങ്കകളുണ്ട് എന്നുള്ളതാണ്. ഡിഫൻസിൽ ഈ പറയുന്ന പോലെ റൊമേറോയ്ക്ക് പരിക്കുണ്ട്, അതോടൊപ്പം തന്നെ ഒറ്റമെൻഡിക്ക് പരിക്കുണ്ട്. അപ്പോൾ സീനിയറായിട്ടുള്ള ഈ താരങ്ങളുടെ പരിക്ക് എത്രത്തോളം സ്കലോണിക്ക് വെല്ലുവിളിയാവും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. മധ്യനിരയൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ ലോകകപ്പ് കളിച്ച അതേ ടീം തന്നെയാണ്. അപ്പോൾ മധ്യനിരയിലൊക്കെ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന താരങ്ങളുണ്ട്. അപ്പോൾ മുമ്പിൽ ലയണൽ മെസ്സിയും ഉണ്ട്. അപ്പോൾ ഗോൾ അടിക്കുക എന്നുള്ളത് അർജന്റീനയ്ക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാവില്ല. പക്ഷേ പ്രതിരോധം എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളത് തന്നെയാവും സ്കലോണി ഉറ്റുനോക്കുന്നത്. പിന്നെ സൈഫു ഏറ്റവും എടുത്ത് പറയുന്നത് ഡി മരിയെ പോലുള്ള താരങ്ങൾ ഈ ലോകകപ്പിലില്ല. അത്രയും എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ലയണൽ മെസ്സി ഉള്ളതുകൊണ്ട് മാത്രം ഇതിഹാസമാകാതെ മാറിപ്പോയ ഡി മരിയെ പോലുള്ള താരങ്ങൾ ഈ ലോകകപ്പിനില്ല. അപ്പോൾ ഈ ടീം എങ്ങനെ ആ ഒരു കടമ്പയൊക്കെ മറികടക്കുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. നമുക്കിനി അർജന്റീൻ ടീമിന്റെ ഒരു ലോകകപ്പ് പ്രകടനം നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അർജന്റീൻ ടീമിന്റെ പ്രകടനം നോക്കുമ്പോൾ പങ്കെടുത്ത ലോകകപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 19 ലോകകപ്പുകളാണ് അർജന്റീന പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 88 മത്സരങ്ങൾ അർജന്റീന കളിച്ചിട്ടുണ്ട്. അതിൽ 47 മത്സരങ്ങളിൽ അവർ ജയിച്ചു. 50% മുകളിൽ വിജയ ശതമാനം അവർക്കുണ്ട്. സമനിലകൾ 17 അതോടൊപ്പം തന്നെ 24 മത്സരങ്ങളിലാണ് തോൽവി അടങ്ങിയിട്ടുള്ളത്. നേടിയ ഗോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 152, വഴങ്ങിയ ഗോളുകൾ 101. അപ്പോൾ ഒരു മികച്ച റെക്കോർഡ് തന്നെ ലോകകപ്പിൽ അർജന്റീനയ്ക്കുണ്ട്. 3 കിരീടങ്ങൾ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. 4ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. ലോകകപ്പ് ചാമ്പ്യന്മാരായത് എത്ര തവണ ചാമ്പ്യന്മാരായി എന്ന് നമുക്ക് നോക്കാം. 3 തവണ ചാമ്പ്യന്മാരായിട്ടുണ്ട്. അതിൽ 1978 ആദ്യമായി അർജന്റീന കിരീടം ചൂടുന്നത്. അതിനുശേഷം 1986 മറഡോണയുടെ മാന്ത്രിക പ്രകടനത്തിൽ അർജന്റീന വീണ്ടും കിരീടം ചൂടുന്നു. പിന്നീട് കളർ ടിവിയിലൊന്നും അർജന്റീന ലോകകപ്പ് നേടുന്നത് ആരാധകർ കണ്ടിട്ടില്ല എന്നുള്ള പരിഹാസങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആരാധകർ അത്രയും നീണ്ട കാലം കാത്തിരുന്നത്. പിന്നെ 2022 മിഷിഹയുടെ ആ പാത, മിഷയുടെ മുത്തം പതിഞ്ഞ ലോകകപ്പ് അവർക്ക് നേടിക്കിട്ടുന്നു. അപ്പോൾ 4K ദൃശ്യമികവിൽ തന്നെ അർജന്റീന 2022 കിരീട നേട്ടം ഇപ്പോൾ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2026 ഇനി അർജന്റീന എത്തുന്നത് 4ാം കിരീടം ലക്ഷ്യമിട്ടാണ്. 7 തവണ ലോകകപ്പ് ഫൈനലുകൾ അർജന്റീന കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അർജന്റീനയുടെ ഈ ലോകകപ്പിലെ മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യ മത്സരം വരുന്നത് അൾജീരിയക്കെതിരെയാണ്. ജൂൺ 17 പുലർച്ചെ 6:30 ആ മത്സരം വരുന്നത്. രണ്ടാം മത്സരം
ഓസ്ട്രിയക്കെതിരെ അർജന്റീന വേഴ്സസ് ഓസ്ട്രിയ പോരാട്ടം ജൂൺ 22-ന് രാത്രി 10:30. അർജന്റീന വേഴ്സസ് ജോർദാൻ മത്സരം, അതായത് ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്നാം മത്സരം ജൂൺ 28-ന് പുലർച്ചെ 7:30-നാണ്. ഇത് മൂന്നുമാണ് അർജന്റീനയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് അനായാസം അർജന്റീന കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താരതമ്യേന ചെറിയ എതിരാളികൾ തന്നെയാണ്, പക്ഷേ ആരെയും എഴുതിത്തള്ളാൻ കഴിയില്ലെങ്കിൽ പോലും അർജന്റീനയെ പോലൊരു ടീമിന് ഈ മൂന്ന് ടീമുകളെ മറികടക്കുക അത്ര പ്രയാസമുള്ള കാര്യമില്ല. ഒരുപക്ഷെ പ്രീ ക്വാർട്ടറിലൊക്കെ ജയിച്ച് അല്ലെങ്കിൽ ക്വാർട്ടറിലേക്ക് എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോർച്ചുഗലും ജയിച്ചെത്തുകയാണെങ്കിൽ അർജന്റീന വേഴ്സസ് പോർച്ചുഗൽ മത്സരമൊക്കെ നമുക്ക് ക്വാർട്ടറിൽ കാണാൻ കഴിയും. അപ്പോൾ റൊണാൾഡോയും മെസ്സിയും നേർക്കുനേർ വരുന്ന ഒരു പോരാട്ടമൊക്കെ ക്വാർട്ടറിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഉള്ളത്.